മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഫാർമസി അസിസ്റ്റന്റ്, ഡിപ്ലോമ ഇൻ പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് നഴ്സിംഗ്, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ എക്സ്റേ ടെക്നീഷ്യൻ, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി, ഡിപ്ലോമ ഇൻ ആയുർവേദ നഴ്സിംഗ്. വിജയകരമായി ട്രെയിനിംഗ് പൂർത്തിയാക്കുന്ന ഏവർക്കും വിദേശത്തും സ്വദേശത്തും തൊഴിലവസരം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങൾ. വിദ്യാർത്ഥികൾക്കായി സൗജന്യമായി യൂണിഫോം, ID കാർഡ് വിതരണം, കൺസെഷൻ കാർഡ്, കമ്പ്യൂട്ടർ ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും ലഭ്യമാണ്. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാതയിലെ ചേലക്കര മുഖാരിക്കുന്ന് കയറ്റത്തിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞ ഇരുചക്ര വാഹന യാത്രികൻ ലോറിക്കടിയിൽപ്പെടാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ശക്തമായ മഴയിൽ റോഡിൽ തെന്നി വീണ ഇരുചക്ര വാഹന യാത്രികൻ വലിയൊരു അപകടത്തിൽ നിന്നും ഭാഗ്യം കൊണ്ട് മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാതയിൽ ചേലക്കര മുഖാരിക്കുന്ന് കയറ്റത്തിൽ വെച്ചായിരുന്നു കാഴ്ചക്കാരുടെ ഹൃദയമിടിപ്പ് കൂട്ടുന്ന ഈ സംഭവം നടന്നത്. റോഡിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ബൈക്ക് പെട്ടെന്ന് നിയന്ത്രണം വിട്ട് മറിയുകയും തൊട്ടുപുറകിൽ വന്ന വലിയ ചരക്ക് ലോറിക്കടിയിലേക്ക് വീഴാൻ പോവുകയുമായിരുന്നു. എന്നാൽ ലോറി ഡ്രൈവർ സമയോചിതമായി ബ്രേക്ക് ചവിട്ടിയതിനാലും ബൈക്ക് യാത്രികൻ പെട്ടെന്ന് തന്നെ വശത്തേക്ക് മാറിയതിനാലും മാത്രമാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. ഈ ഭാഗത്ത് ശക്തമായ മഴയുള്ളപ്പോഴും മറ്റും വാഹനങ്ങൾ സ്കിഡ് ചെയ്യാൻ വലിയ സാധ്യതയുണ്ടെന്നാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. കായാമ്പൂവം കയറ്റത്തിലെയും അവസ്ഥ ഒട്ടും വ്യത്യസ്തമല്ലെന്നും മഴക്കാലത്ത് ഇവിടെ അപകടങ്ങൾ പതിവാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക് CCV.